എനിക്ക് ടാക്സിയുടെ മുകളിലാണ് സീറ്റ് കിട്ടിയത്. ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സൈനികരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. മറ്റൊരു സംസ്ഥാനം നടക്കുന്ന പൊതുപരിപാടി കാണാൻ താല്പര്യമുണ്ട്, പക്ഷേ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് വള്ളി പിടിക്കേണ്ടെന്ന് വെച്ചു. യാത്രകളിൽ നിന്നും പഠിച്ച ആദ്യത്തെ പാഠം ഭരണകൂടത്തെ പേടിക്കണം എന്നതാണ്. ഈ കാറുകളൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാമിന് പോകുന്നതായിരിക്കും. ടാക്സിയുടെ മുകളിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇരിപ്പത്ര സുഖകരമില്ലെങ്കിലും കാഴ്ച നല്ലതാണ്. ശരിക്കും തടാകം വളരെ വലുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തടാകം കാണുമ്പോൾ കുട്ടനാടാണ് ഓർമ്മ വരുന്നത്. ഈ തടാകത്തിന് പകരം കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായലാണെന്ന് മാത്രം. കായലിൻ്റെ പരിസരത്ത് ജീവിച്ചു തുടങ്ങിയ മനുഷ്യർ കട്ട കുത്തിയാണ് ഭൂമി വാസയോഗ്യമാക്കുന്നത്. ചുറ്റിനും വെള്ളമാകുമ്പോൾ സ്വാഭാവികമായിട്ടും മീൻ തന്നെ ആയിരിക്കും അവൈലബിൾ ആകുന്ന ഭക്ഷണം. കരുവാടിക്കുട്ടൻ അവരുടെ ദൈവവുമായി. ആ ചേച്ചിക്ക് വേണ്ടിയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. അവർ അടിയിൽ തന്നെ കയറി. ഞാനങ്ങനെ മുകളിലേക്ക് കയറി വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആളെ കയറുന്നുണ്ട് അങ്ങനെ, പക്ഷെ മുകളിലേക്ക് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ടാക്സിയുടെ മുകളിൽ ഇരിക്കേണ്ടത്. ശരിക്കും ബാലൻസ് ചെയ്തിരിക്കാൻ പറ്റും. മൊയ്റാങ്ങിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇംഫാലിലേക്ക് ടാക്സി കിട്ടി. സൈഡ് സീറ്റ് തന്നെ കിട്ടിയതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാൻ പറ്റും. റോഡ് സൈഡിൽ എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ പടവും മറ്റു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഈ മൊയ്റാങ് ശരിക്കും ബിഷ്ണുപൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ കൂടുതലുള്ളത് മെയ്തേയ് ട്രൈബാണ്, അതായത് BJP മണ്ഡലമാണ് ശരിക്കും ഇത്. ഇംഫാലിലെത്തിയിട്ട് കുറച്ച് സമയമായി. ഞാൻ ഹോസ്റ്റലൊന്നും തപ്പിയെടുക്കാൻ നടക്കാതെ നേരെ ഇമാഗൈദയിലേക്ക് വിട്ടു. ഇമാഗൈദൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മമാരുടെ മാർക്കറ്റ് എന്ന് പറയും. സമയം കുറച്ചധികം വൈകിട്ടുണ്ട്. അതായത് ഇവിടെ അസ്തമയത്തിന് ആയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാവാൻ വലിയ സമയമൊന്നുമില്ല. ഇംഫാലിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യവും അവസാനം ചെയ്യാനുള്ളത് ഈ മാർക്കറ്റിങ്ങിനെ കറങ്ങിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ അങ്ങനെ നടക്കും. മാർക്കറ്റിലേക്കുള്ള വഴി തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ നിരന്നിരിക്കുന്ന കച്ചവടക്കാരാണ്. ഇവരുടെ കയ്യിൽ വസ്ത്രങ്ങളുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന പച്ചക്കറികളായി. അതൊക്കെ ഇവരുടെ കൃഷികളിൽ നിന്നും കൊണ്ടുവരുന്നത് തന്നെയാണ്. ഇതിലെ കടകളിലൊക്കെ ഉത്തരേന്ത്യക്കാർ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഒന്നുകിൽ അവരുടെ കടയായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതാവാം. ഈ ഇംഫാലിൽ ഉത്തരേന്ത്യക്കാരുടെ വല്ലാത്തൊരു കുടിയേറ്റമുണ്ട്. മെയ്തേയ് സ്ത്രീകളും എല്ലാവരും അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് തന്നെയാണ് ഏറെക്കുറെ ധരിക്കാറുള്ളത്. ഫാനൊക്കെ എന്ന് വിളിക്കുന്ന ഒരു പാവാടയും ഇന്നാഫി എന്ന് വിളിക്കുന്ന ഷാളുമാണ് കാര്യമായിട്ട് അവർ ധരിക്കാറുള്ളത്. ഇവിടെയൊന്നും അസം റൈഫിൾസിനെ കാണാനേ ഇല്ല. എന്നെ സംബന്ധിച്ച് അതൊരു അത്ഭുതമാണ്. സാധാരണ ഇവിടെയൊക്കെ 5-ൽ ഒരാൾ അസം റൈഫിൾസ് ആയിരിക്കും. ഒരു നാടിന് ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുമോ? അത്ഭുതം തന്നെയാണ്. ഇമാക്കൈദൽ എന്ന് വിളിക്കുന്നത് ഒരു ട്രേഡ് കോംപ്ലക്സ് ആണ്.
ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ വിൽക്കാനും വാങ്ങാനും സാധിക്കും. അതിൻ്റെ ഏറ്റവും പഴയ കെട്ടിടത്തിലേക്കാണ് ഈ വഴി. ലൈമറൽ ഷിദാബി ഇമ എന്നാണ് പ്രാദേശികമായിട്ട് വിളിക്കുക. ചെല്ലുന്നിടത്ത് തന്നെ മീനാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇൻക എന്നാണ് ഈ മീനിനെ വിളിക്കുന്നത്. വൈഷ്ണവരായ മൈത്തൈ ബ്രാഹ്മണരടക്കം മീൻ കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതും വിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യത്തെ. ആചാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണ്. പശു വിശുദ്ധ മൃഗമാകുന്നത് പോലെ ഇവിടെ മത്സ്യത്തിന് അത്ര വിശുദ്ധിയില്ല. കാരണം ഹിന്ദുമതം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മത്സ്യം കഴിക്കുന്നുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് മണിപ്പൂരിൽ ഹിന്ദുമതം എത്തിയത് ബംഗാളി ബ്രാഹ്മൺസ് വഴിയാണ്. ബംഗാളികൾ പൊതുവെ മീൻ കഴിക്കുന്നവരാണല്ലോ. ഈ ബംഗാൾ ക്ഷാമാണ് ശരിക്കും ബംഗാളി ബ്രാഹ്മൺസിനെ മീൻ കഴിപ്പിക്കുന്നത്. ക്ഷാമം രൂക്ഷമായ സമയത്ത് ഹൂഗ്ലി നദിയിൽ നിന്നും കടലിൽ നിന്നും അവർക്ക് മീൻ പിടിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബംഗാളി ബ്രാഹ്മൺസിൻ്റെ ഉപനയത്തിൻ്റെ സമയത്ത് പോലും മീൻ ഒരു പ്രധാന ഘടകമാണെന്നാണ് പറയുന്നത്. ഏകദേശം 25 തരത്തിലുള്ള മീനുകളൊക്കെ മണിപ്പൂരിലുണ്ടെന്നാണ് പറയുന്നത്. സമയം വൈകിയതുകൊണ്ടാവണം പല കടകളും അടച്ചിട്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി അടുത്ത ബിൽഡിങ്ങിലേക്ക് നടന്നു. ഇത് മാർക്കറ്റിൻ്റെ ഏറ്റവും പുതിയ കെട്ടിടങ്ങളാണ്. അവിടെ നൂപ്പി എന്നാണ് എഴുതിയിരിക്കുന്നത്. നൂപ്പി എന്ന് വെച്ചാൽ ഭാര്യ. പ്രാദേശികമായി ഈ ഭാഗത്തിന് പറയുന്നത് തങ്കൽ ലാംബി എന്നാണ്. ഇവിടെ ഫ്രൂട്ട്സൊക്കെയാണ് വിൽക്കുന്നത്. എനിക്കെന്തായാലും അത്താഴത്തിന് എന്തെങ്കിലും കഴിക്കണം. ഒരു 1/2 കിലോ ആപ്പിളാണ് ഞാൻ പറഞ്ഞത്. दीदी अचार 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 करी अचार है अचार पता है कमल अचार अचार पिकल 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 दुकानदार तरफ दुकान बल तवड़े എനിക്കൊരു അച്ചാറും കൂടെ വേണം. ഞാനിങ്ങനെ നോർത്ത് ഈസ്റ്റിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി അച്ചാർ മേടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തും പച്ചക്കറികൾ തന്നെയാണ് വയ്ക്കുന്നത്. മണിപ്പൂരിലെ സ്ത്രീകൾ സാമ്പത്തികമായും രാഷ്ട്രീയമായും ശക്തിപ്പെടാനുള്ളൊരു കാരണം ഈ ഇമാഗേദാൾ തന്നെയാണ്. രാജഭരണ സമയത്ത് ലാലിപ്പ് എന്നൊരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അതായത് മണിപ്പൂരിൽ നിർബന്ധിത സൈനിക സേവനത്തിന് പുരുഷന്മാർ നിയോഗിക്കപ്പെടും. അങ്ങനെയാണ് സ്ത്രീകൾ എല്ലാ തൊഴിലിലേക്കും എത്തിപ്പെടുന്നത്. മണിപ്പൂരിലെ സ്ത്രീകളെക്കുറിച്ച് എനിക്ക് മറ്റൊരു അഭിപ്രായമാണുള്ളത്. ഗോത്രപാരമ്പര്യത്തിൽ ലിംഗവിവേചനം ഇല്ലായിരുന്നു. അവിടെ മാതൃദായക ക്രമമായിരുന്നു. വൈദിക സമൂഹം തുടർന്നുണ്ടായ രാജഭരണമാണ് സമൂഹം പുരുഷകേന്ദ്രികമായതിന് കാരണം. മണിപ്പൂരിൽ ഇത് രണ്ടും സംഭവിച്ചെങ്കിലും സ്ത്രീകൾ പാരമ്പര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. ബ്രിട്ടീഷ് പീരീഡിലും സ്വതന്ത്ര ഇന്ത്യയിലും അവർ ഭരണകൂടത്തിനെതിരെ പോരാടിയിട്ടുണ്ട്. അഫ്സയുടെ മറവിൽ സൈന്യം നടത്തിയ അതിർമകൾക്കെതിരെ സ്ത്രീകൾ തന്നെ രംഗത്ത് വരികയും മീര പൈബി എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തിരുന്നു. സ്ത്രീ ശാക്തീകരണമാണ് സംഘടനയുടെ ലക്ഷ്യമെങ്കിലും ഇന്നവർ കുക്കി ഗോത്രങ്ങൾക്കെതിരെ വരെ അസഹിഷ്ണുതയോടെ പെരുമാറുന്നുണ്ട്. ഇവിടെ കത്തി പോലുള്ള ആയുധങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഭാഗമാണ്. ഈ അമ്മയുടെ കയ്യിലുള്ള ആയുധമാണ് ആറമ്പായി. അതൊരു ട്രഡീഷണൽ ആയുധമാണ്. ബർമ്മക്കാർക്കെതിരെ ഈ അമ്പിൽ വിഷം പുരട്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ആറമ്പായി തങ്കോൽ എന്ന പേരിൽ ഇപ്പോൾ ഒരു സായുധ ഗ്രൂപ്പ് മണിപ്പൂരിലുണ്ട്. ഇന്ന് ഏഷ്യയിലെ തന്നെ സ്ത്രീകൾ നടത്തുന്ന വലിയ മാർക്കറ്റുകളിൽ ഒന്നാണിത്. രാത്രിയായിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു സ്റ്റേ കണ്ടെത്തണം.
ഇവിടെ ഇപ്പോഴും സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. ഇമാ കേദാലിൻ്റെ ഒരു സ്ലോട്ട് കിട്ടുന്നതും പാരമ്പര്യം അനുസരിച്ച് തന്നെയാണ്. ഏതെങ്കിലും ഒരമ്മ തൻ്റെ പിൻഗാമിയായി മറ്റൊരാളെ നിർദ്ദേശിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഒരു സെല്ലറായിട്ട് അവിടെ വന്നിരിക്കാൻ കഴിയുള്ളൂ.